വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ ഒരു കടമ കഴിഞ്ഞല്ലേ, നമ്മുടെ LSS എക്സാം കഴിഞ്ഞു. CM കിഡ് സ്കോളർഷിപ്പ് LP എക്സാം അത് നമ്മൾ അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ടാസ്ക് ആണ് നമ്മുടെ ആനുവൽ എക്സാം. നമ്മുടെ എക്സാം ടൈം ടേബിൾ ഒക്കെ വന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. മാർച്ച് ഇത് ആരംഭിക്കാനായിട്ട് പോവാണ്. യെസ്, മാർച്ച് ആരംഭിച്ചു. സോറി. ഓക്കെ, അപ്പൊ എനിവേ നമ്മൾ ഇനി എന്ത് ചെയ്യാനായിട്ട് പോകണം? നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇനി എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യണം, ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തെ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്റെ മക്കൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്? കോളേജ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഷോപ്പിംഗ് മോൾ ഉണ്ട്, ഹോട്ടൽ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, ഒരു പാർക്കുണ്ട്, പിന്നെ ഒരു റോഡ്. നിങ്ങൾക്ക് ഈ ഓരോ സ്ഥലത്തേക്കും പോകാനുള്ള റോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കുളം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോളേജിന്റെ ഏത് ദിശയിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? തെക്ക് കിഴക്കാണോ അല്ലെങ്കിൽ തെക്കാണോ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി കോളേജ് ഈസ് ദ മ്യൂസിയം സിറ്റുവേറ്റഡ്? സൗത്ത്, ഈസ്റ്റ് ഓർ സൗത്ത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കോളേജിന്റെ ഏത് ഭാഗത്താണ് മ്യൂസിയം ഉള്ളത്? അപ്പൊ കോളേജ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ കോളേജ്, ഇതാണ് നമ്മുടെ മ്യൂസിയം. അപ്പൊ കോളേജിന്റെ ഇവിടെയാണ് നമുക്ക് മ്യൂസിയം കാണാനായിട്ട് പറ്റുന്നത്. അപ്പം കോളേജ് ഇവിടെയാണെങ്കിൽ അതിന്റെ ഈ ഭാഗത്താണ് മ്യൂസിയം ഉള്ളത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? സൗത്ത് ഈസ്റ്റ് ആണ്. ഏതാണ് മക്കളെ? സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ടൊന്ന് ടിക്കറ്റ് കൊടുത്താൽ മതി. ഏതാണ്? സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തെക്ക് കിഴക്കാണ്, അല്ലെ? തെക്ക് കിഴക്ക്. ഇനി അടുത്ത ചോദ്യം, പാർക്കിന്റെ ഏത് ദിശയിലാണ് കുളമുള്ളത്? ഏതാണ് അടുത്ത ചോദ്യം? ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി പാർക്ക് ഈസ് ദ പോണ്ട് ലൊക്കേറ്റഡ്? പാർക്കിന്റെ ഏത് ദിശയിലാണ് കുളമുള്ളത്? അപ്പൊ നമുക്ക് പാർക്ക് വേഗം ഒന്ന് കണ്ടുപിടിക്കണം. യെസ്, ഇതാണ് പാർക്ക്. കുളം എവിടെ? ഇതാണ് കുളം. അപ്പൊ നമുക്ക് പാർക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇത് പാർക്കാണെങ്കിൽ പാർക്കിന്റെ എവിടെയാണ് കുളമുള്ളത്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ അതുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി പോലീസ് സ്റ്റേഷൻ ഈസ് ദ കോളേജ് സിറ്റുവേറ്റഡ്? അതായത് പോലീസ് സ്റ്റേഷന്റെ ഏത് ദിശയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷൻ എവിടെ, കോളേജ് എവിടെ നോക്കണം. പോലീസ് സ്റ്റേഷൻ ഏതാ? ഇതാണ് പോലീസ് സ്റ്റേഷൻ. കോളേജ് എവിടെ? യെസ്, ഇതാണ് കോളേജ്. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഏത് ഭാഗത്താണ് കോളേജ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഏത് ഭാഗത്താണ്? യെസ്, ഇതാ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്, അല്ലെ? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഓപ്ഷനിലുണ്ടോ നോക്കാം. യെസ്, ഇതാ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൽ നിന്ന് നമ്മളോട് ഇതുപോലെ സബ് ക്വസ്റ്റ്യൻ വരും. ഡയറക്ഷൻ ഒക്കെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? പുതിയ ഒരു അക്കാദമിക് ഇയറിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടേക്ക് 5ാം ക്ലാസ് ആണ്. നമ്മൾ ആദ്യമായിട്ട് UP സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ നമുക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് വേണം. സോ സൈലം നിങ്ങൾക്കായിട്ട് ഇതാ എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച് ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കായിട്ട് ഈ പൃഥ്വി ബാച്ചിൽ 2 തരത്തിലുള്ള പ്ലാൻ ഉണ്ട്. ബേസ് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾക്ക് ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല 20ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നമ്മളൊരു ഗീവ് അവേയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല ചാൻസ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഈ ഒരു കോൺടാക്ട് നമ്പർ മറന്നു പോകരുത്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വേഗം തന്നെ എൻക്വയറി നടത്തിക്കൊള്ളുക. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ.